യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയോട് ഇപ്പോൾ വലിയ ആഭിമുഖ്യം കാണിക്കുന്നുണ്ട്. ഇന്ത്യ തങ്ങളുടെ കൂടെ വേണം, അല്ലെങ്കിൽ ഇന്ത്യയെ പിണക്കാൻ നമുക്ക് താല്പര്യമില്ല, അമേരിക്ക വേണമെങ്കിൽ പിണങ്ങിക്കോ, നമുക്ക് താല്പര്യമില്ല എന്നൊക്കെ യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ടായിരിക്കാം യൂറോപ്യൻ യൂണിയൻ ഇത്തരത്തിൽ ഇന്ത്യയോടൊരു ഒരു സോപ്പിടൽ അല്ലെ? സോപ്പിടലെന്നും പറയില്ല, അവർ കണിശമായി തന്നെ പറയാണ് ഞങ്ങൾക്ക് ഇന്ത്യയെ വേണം എന്നുള്ളത്. അതായത് യൂറോപ്യൻ യൂണിയൻ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇനി ഇന്ത്യ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ യൂറോപ്പിന് ഒരു കോമൺ സെൻസ് ആണല്ലേ. കാരണം ലോകത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്, ഏറ്റവും വലിയ വിപണിയാണ്. അപ്പോൾ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് കോമൺ സെൻസ് ആണ്. അതെ, ആ കോമൺ സെൻസ് യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ അമേരിക്ക പറയുന്നത് കേൾക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ ബദൽ കൂടിയാണ്, ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിൽ. ആ ജനാധിപത്യത്തിൽ ഉണ്ടാകുന്ന ചില പോസിറ്റീവ് തിങ്സ് ഉണ്ട്. നമ്മുടെ ഇവിടെയുള്ളവർ എപ്പോഴും അതിൻ്റെ നെഗറ്റീവ്സാണ് പറയുന്നത്. ആ നെഗറ്റീവ്സ് എന്ന് പറയുന്നതിനെ ലോകം കാണുന്നത് ഇത്രയും മഹത്തരമായ ഒരു സംവിധാനത്തിലൂടെ കടന്നു പോകുന്ന, എന്നാൽ ഇത്രയധികം ജനങ്ങൾ, എത്ര കോടി ജനങ്ങളാണ്. അല്ല, ഇവിടെ ഉള്ളവർ കുറച്ച് കാണുന്നതിന് അത് ഇന്ത്യക്കാരൻ്റെ ഒരു സ്വഭാവം, എന്താണ് പറയുന്നത്, ഒരു സ്വത്വമായിട്ടുള്ള കാര്യമാണ്, സ്വത്വത്തിലുള്ളതാണ് ആത്മനിന്ദ. അത് നമുക്ക് തന്നെ ഉണ്ടല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നുള്ള ചിന്ത ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാർക്കാണ്. അതെ, ഇപ്പം നമ്മൾ വിളിക്കുകയാണ്, ഒരാൾ വിളിക്കുകയാണ്, എന്നെയോ അല്ലെങ്കിൽ ചേച്ചിയോ വിളിക്കുകയാണ്, BBC-യിലൊന്ന് വരാമോ, ഒരു കാര്യം നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന, ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാര്യത്തിനെ പറ്റി പറയാനാണ്, വരികയാണ്, മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ശരിയാവില്ല, വേറെ ആരെങ്കിലും വിടും എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നടന്ന കാര്യം നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്, അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസിൽ. ഇത് മൊത്തത്തിൽ ഭാരതത്തിനുണ്ട്. ഈ ഭാരതത്തിന് തന്നെ ഇന്ത്യ ചെയ്തെടുക്കുന്നെങ്കിൽ വല്ല ഉടായ്പൊക്കെ ആയിരിക്കും, അല്ലാതെ പറ്റിയൊന്നുമില്ല. അതായത് അങ്ങനെ മൊത്തത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു വിഭാഗത്തിനുണ്ട്. പൊതുവേ ഞാൻ പറയുന്നത് ഈ സ്വത്വബോധത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ഇതാണ്. ഇന്ത്യയുടെ എല്ലാ ഒരു തേർഡ് ക്വാളിറ്റി, അതിപ്പോൾ നമ്മൾ അയക്കുന്ന ഉപഗ്രഹങ്ങളായിക്കോട്ടെ എല്ലാം അങ്ങനെ ഒരു ചിന്തയാണ്, പുച്ഛിച്ച് കാണുന്ന ഒരു. പക്ഷെ അതിന് വിപരീതമായിട്ട് അങ്ങനെയല്ല മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പദ്ധതികൾ കൊണ്ടുവരുന്നത് തന്നെ ആ ഒരു ചിന്ത, നമ്മളിൽ അലിഞ്ഞു ചേർന്ന ചിന്ത മാറ്റാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അതിനുള്ള ഒരു അപകർഷതാബോധം അല്ലേ? അതെ, അത് മാറ്റാൻ വേണ്ടി. പക്ഷെ അതിനെ നമ്മുടെ പോസിറ്റീവ് സൈഡ് കണ്ടെത്തുന്നത് എപ്പോഴും വിദേശീയരാണ്, അതിനെ ഉപയോഗിക്കുന്നവരും അവരാണ്. അപ്പോൾ അത് പണ്ട് കാലം മുതൽ അറിയാലോ. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ എന്നും അങ്ങനെ തന്നെയാണ്. ചരിത്രത്തിലെ പിഴവുകൾ പറയാൻ ആളുകളുണ്ട്, പക്ഷെ ചരിത്രത്തിൽ എന്താണ് നല്ലതുണ്ടായിരുന്നത് എന്ന് പറയാൻ ആളില്ല. എന്തായാലും 135 ബില്യൺ യൂറോയുടെ സ്വതന്ത്ര വ്യാപാര കരാറാണ്. അതിൻ്റെ ചർച്ചകൾക്കാണ് മോദി സർക്കാർ നൽകുന്ന ഒരു വേഗത, അതിൻ്റെ ഒരു ദീർഘവീക്ഷണം എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു, ഇതിന്മേൽ ഇത്രമേൽ ചർച്ച നടക്കുന്നു. അപ്പം നമുക്ക് സ്വീകാര്യതയുണ്ട്. വിജയ് എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് സ്വീകാര്യതയുണ്ട് വിജയ്ക്ക് എന്ന് തോന്നിയാലാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ട്രേഡ് ടോക്സിൻ്റെ ഇടയിൽ ഇത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഇവർക്ക് മാത്രമല്ല, ഇന്ത്യയുമായി ചർച്ച നടത്തിയിട്ടുള്ള ലോകരാഷ്ട്രങ്ങൾ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഇന്ത്യയോട് എതിര് പറഞ്ഞിട്ടുള്ളത്? വളരെ വിരളം. അതായത് മതഭ്രാന്തി പിടിച്ചവർ ഒരിക്കലും പറയില്ല, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ ഒരിക്കലും അത് പറയില്ല. നേരെ തിരിച്ചല്ലാത്ത രാജ്യങ്ങളെല്ലാം, ഇപ്പോൾ യൂറോപ്പ് പോലും ഇന്ത്യയെ അവരോട് ചേർത്ത് വെക്കേണ്ട ഒരു ശക്തിയായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവർ നമ്മളിലേക്ക് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ 21 രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മീഷണർമാരായിട്ടാണ് യൂറോപ്യൻ കമ്മീഷണർ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ ഇന്ത്യ സന്ദർശിച്ചത്. ഇതിൻ്റെ വ്യക്തമായ സൂചനയാണ്, അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു വ്യക്തമായ സൂചനയാണത്. ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് യൂറോപ്പിന് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചപ്പോഴാണ് ഈ നിർണായക നീക്കവും നടന്നിട്ടുള്ളത്. അതായത് ട്രംപിൻ്റെ ചെയ്തികൾ അത് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിന് ആകമാനം ക്ഷീണം വരുത്തുന്നതാണ് എന്നുള്ളത് കൂടി അവിടെ തിരിച്ചറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയെ യൂറോപ്പ് പരിഗണിക്കുന്നത് സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, ഒരു വിപണി എന്നുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അപ്പുറം അതിൻ്റെ ഒരു ജനാധിപത്യ മൂല്യം കൂടി അവർ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു മൂല്യം കൂടി അവർ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ശക്തമായ സ്ഥാപനങ്ങളും നിയമവ്യവസ്ഥയും ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ നമ്മുടെ എന്താ പറയുക യൂറോപ്പുമായിട്ട് ആ മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനും അതേസമയം വളരെ തന്ത്രപരമായിട്ടുള്ള സ്വയംഭരണം നിലനിർത്തുന്നതുമായിട്ടുള്ള ഒരു പങ്കാളിയെ കൂടിയാണ് ഇന്ത്യക്ക് അവിടെ കിട്ടുന്നത്. ഈ ട്രംപ് പറയുന്ന പോലത്തെ ഒരു വിടുവായത്തിൽ നമ്മുടെ
രാജ്യത്ത് നമ്മുടെ അതേ പദവിയിലിരിക്കുന്ന ഒരാൾ പറയുന്നു എന്ന് വയ്ക്കുക, എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ സ്ഥിതി? അങ്ങനെയുള്ള ഒരാളെ അല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ പിണറായിയെ പോലും കുറ്റം പറയും എന്ന് പറയുമ്പോഴും ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇത് ഇങ്ങനെയെങ്കിലും പോകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ വിമർശനത്തെ അവർ ഏത് രീതിയിൽ നേരിടുന്നു എന്നുള്ളത് ഈ രണ്ട് സർക്കാരുകളെയും വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം കൂടി നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കെതിരെ ആളുകൾ അതെ പറയുന്നത്. അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ചൈന റഷ്യക്ക് നൽകുന്ന പിന്തുണയും ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ നിലപാടുകളുമൊക്കെ യൂറോപ്പിൻ്റെ കാഴ്ചപ്പാടിൽ ചൈനയെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു എതിരാളിയാക്കി മാറ്റിയിട്ടുണ്ട്. യൂറോപ്പിന് ഒരു എതിരാളിയായിട്ട് ചൈന അവിടെ മാറുന്നുണ്ട്. അതേസമയം റഷ്യ യുക്രൈൻ വിഷയം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ശ്രദ്ധാപൂർവമായിട്ടുള്ള നിലപാടുകൾ നമ്മൾ പറയും നമ്മൾ അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ടില്ല അങ്ങനെയാണ് സംസാരിച്ചത്. അങ്ങനെയല്ല, നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ എന്താണ് നമ്മുടെ നിലപാടാണ് പറയുന്നത്. ഒരാളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതല്ല. അതിലൂടെ വ്യക്തമാകുന്ന എന്താണ്, പഴയ ആ വിദേശകാര്യ നയം, അതായത് പഴയ ചേരാ നയത്തിൽ നിന്ന് നമ്മൾ മൾട്ടി അലൈൻമെന്റ് നയത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ പോലും വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഇതിനർത്ഥം മുമ്പ് ചേരാ നയത്തിൽ വൻശക്തികളിൽ നിന്ന് അകലം പാലിച്ച് നിന്നിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് അതിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും നിലപാടുകൾ പറയാനും പല ആഗോള ശക്തികൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുമൊക്കെ ഇന്ത്യക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. റഷ്യയുമായിട്ട് ഇന്ത്യ കൂടുതൽ അടുത്തത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഇന്ത്യ എല്ലാ മേഖലകളിലും നമ്മുടേതായ കൈമുദ്ര പതിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭൂരാഷ്ട്രീയ അതായത് രാഷ്ട്രീയം ആഗോളതലത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിലുമൊക്കെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ബന്ധം എന്ന് പറയുന്നത് വളരെ അധികം തന്നെ വളർച്ച നേടിയിട്ടുള്ള കാര്യങ്ങളാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉഭയകക്ഷി വ്യാപാരം എന്ന് പറയുന്നത്, അതായത് യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ വ്യാപാരം എന്ന് പറയുന്നത് 135 ബില്യൺ ആയിരുന്നു. 135 ബില്യൺ യൂറോയാണ് കേട്ടോ. ഇന്ത്യയുടെ ഡോളറല്ല, യൂറോയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളായിട്ട് യൂറോപ്യൻ യൂണിയൻ മാറുന്ന ഒരു സാഹചര്യം കൂടി ഇതിലൂടെ ഉണ്ടായി. ഇന്ത്യയിലെ യൂറോപ്യൻ നിക്ഷേപം എന്ന് പറയുന്നത് 100 ബില്യൺ യൂറോ കവിയുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏകദേശം 6000 യൂറോപ്യൻ കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ 6000 യൂറോപ്യൻ കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈ 50% തീരുവ ഏർപ്പെടുത്തിയല്ലോ. ആ ഏർപ്പെടുത്തിയതാണ് FTA ചർച്ചകൾക്ക് വേഗത കൂട്ടാനുള്ള മറ്റൊരു കാരണം. ഈ സമ്മർദ്ദം യൂറോപ്പ് ഇന്ത്യ സഹകരണം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. FTAയുടെ ഏതാണ്ട് 60 മുതൽ 65%, അതായത് ഈ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ചർച്ചയുടെ ഏതാണ്ട് 65% പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടു കൂടി അത് കരാർ പൂർത്തിയാക്കാനുള്ള നീക്കത്തിലേക്കാണ് എന്നുള്ളത് നമ്മുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അറിയിച്ചിട്ടുള്ളതാണ്. കസ്റ്റംസ്, ഡിജിറ്റൽ വ്യാപാരം, മൂലധന നീക്കം, ഇങ്ങനെയുള്ള എല്ലാ നിർണായകമായിട്ടുള്ള കാര്യങ്ങളിലും തീരുമാനമുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത് ഓട്ടോമോട്ടീവ്, ഇലക്ട്രോണിക്സ്, സാമ്പത്തിക സേവനങ്ങൾ, പുനരുപയോഗ ഊർജം എന്നിവയിലൊക്കെ യൂറോപ്യൻ യൂണിയൻ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഫോക്സ് വാഗൺ, സീമെൻസ്, യൂണിലിവർ തുടങ്ങിയിട്ടുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ വലിയ പ്രവർത്തനങ്ങൾ, അതായത് വലിയ രീതിയിൽ അത് നടന്നു പോകുന്നുണ്ട്. യൂറോപ്പിൽ ഇന്ത്യൻ നിക്ഷേപത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 40 ബില്യൺ യൂറോയാണ്. ഇന്ത്യൻ IT, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ യൂറോപ്യൻ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പിലായിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ താരിഫും യൂറോപ്യൻ വിപണികളിലേക്ക് മികച്ച പ്രവേശനവുമാണ് നമുക്ക് ലഭിക്കുക. അതുപോലെ ഇന്ത്യക്ക് ഡാറ്റ സെക്യൂർ ആയിട്ടുള്ള പദവി ലഭിക്കുകയാണെങ്കിൽ യൂറോപ്യൻ ഡാറ്റ പ്രോസസ്സിംഗ് കരാറുകളിലേക്ക് കൂടി നമുക്ക് നമ്മുടെ ഇന്ത്യൻ IT കമ്പനികൾക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു സഹകരണമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് സമ്മർദ്ദമൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തത്തെ അത് കൂടുതൽ ശക്തിപ്പെടുത്തുവാനായിട്ട്, അതായത് ഒരു ചെക്ക് വെച്ചപ്പോൾ നമുക്ക് തന്നെ അത് ഉപകാരമായി.
ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ട്രംപിന് 50 ട്രംപിന്റെ തീരുവ നമുക്ക് ഉപകാരമായിട്ടുണ്ട്. അപ്പൊ ട്രംപിന് 50% തീരുവ ഇന്ത്യയും മറ്റു വ്യാപാര പങ്കാളികളെ തേടാൻ പ്രേരിപ്പിച്ചു. ഈ ഒരു വിഷയം വന്നില്ലെങ്കിൽ നമ്മൾ അത് തേടില്ല. ഇപ്പൊ നമുക്ക് മുമ്പിൽ ഓപ്പൺ ആയി കിടക്കുന്നത് ഒരുപാട് രാജ്യങ്ങളുടെ കാര്യങ്ങളാണ്. അമേരിക്കയോട് ഇടഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ പോലും ഉണ്ട്. അപ്പൊ പല രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം എന്നതിനേക്കാളും സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് ഇന്ത്യയുമായിട്ട് പോകാനുള്ള ധാരണകളാണ് വരുന്നത്. അങ്ങനെ ആ ഒരു രീതിയിലും കൂടെ നമുക്കത് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ ജനാധിപത്യ മൂല്യങ്ങളും സാമ്പത്തിക ശക്തി, പ്രായോഗിക നയതന്ത്രം എന്നുള്ളത്. ഈ പ്രായോഗിക നയതന്ത്രം എന്ന് പറയുന്ന ഒരു സംഭവം ഈ വിടുവായൻ ട്രംപിന്റെ തലയിലൂടെ പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ അത് മനസ്സിലായി. നമ്മൾ പറയാം ഇവന് മനസ്സിലായി, എന്നിട്ടും യഥാർത്ഥ പൊട്ടന് മനസ്സിലായില്ല എന്ന് പറയുന്ന കണക്കാണ് ട്രംപിന്റെ കാര്യം. അപ്പം ഇതൊക്കെ കൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ നമ്മളോട് ചേർന്ന് നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.